എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. രാവിലെയാണിപ്പോൾ സമയം വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം 4:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റുണ്ട്. ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് എനിക്കിനി ഫീഡൊക്കെ ചെയ്യണം. പക്ഷെ അവനിവിടെ ഉണർന്നു. ഞാൻ ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്യുന്ന സൗണ്ടിലെല്ലാം അവൻ ഉണർന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡിം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ നിന്നാട്ടോ ഞാൻ വീഡിയോ ഇപ്പം എടുക്കുന്നത്. അവനെ കാണിച്ചു തരാം. ആശാൻ അത്യാവശ്യം ഉറക്കത്തിലാണ്. പക്ഷെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പതുക്കെ കണ്ണൊക്കെ തുറന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവനെ ഉണർത്തണം, ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണം, ഫീഡ് ചെയ്യണം. അതൊക്കെയാണ്. അവനെ ഉണർത്താൻ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണരും. ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൻ ഞെളിവിരി അവിടെ കൊള്ളുന്നുണ്ട്. സൗണ്ട് കേൾക്കുമ്പോഴേക്ക് ഉണരുന്നുണ്ട്. ഞാൻ ഫോൺ സ്റ്റാൻഡിൽ വെക്കട്ടെ. ഞാൻ ഈ ഫീഡിങ് പില്ലോ ഇങ്ങനെ സൈഡിൽ വെച്ചേക്കും. അവൻ കിടക്കുമ്പോൾ ഉരുണ്ടങ്ങനെ വീണാൽ അവനെ ഞാൻ എണീപ്പിക്കുകയാണ്. ഇതുപോലെ സ്ലീപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ക്യാരിങ് നെസ്റ്റിലോ ഒക്കെ വെച്ചിട്ട് സ്വാഡിൽ ചെയ്തൊക്കെയാണ് അശ്വനെ കിടത്തി ഉറക്കുന്നത്. ഇപ്പോൾ കുറച്ച് നേരം അവനെ കൊഞ്ചിച്ചിട്ട് ഞാൻ അവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം അവനെ ഞാൻ ഫീഡ് ചെയ്യും. അമ്മയുടെ കാശി ബീബിയാണോ? അമ്മയുടെ കാശി ബീബിയാണോ ഇത്? കാശി ബീബിക്കൊക്കെ വേണോ? അപ്പോൾ ഞാൻ അവിടെ ഡ്രൈ ഷീറ്റും ഡയപ്പറൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഷീറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഡയപ്പർ ചേഞ്ചിങ് ബാറ്റോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഡ്രൈ ഷീറ്റിൻ്റെ പുറം ഭാഗമാണ്, അതായത് ബാക്ക് സൈഡാണ് ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. അവൻ എന്തെങ്കിലും മൂത്രം ഒഴിക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ട് പിന്നെ അതിനുശേഷം ഫ്രഷ് ആയിട്ടൊരു ഡയപ്പർ ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഫ്രഷ് ഡയപ്പർ ഇടുകയാണ്. അപ്പോൾ തന്നെ അവൻ നന്നായിട്ടൊന്ന് ഉണരും. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ അവന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഡയപ്പറൊക്കെ മാറ്റി ഇനി ഞങ്ങൾ പാൽ കുടിച്ചാൻ പോവാ. അല്ലേ കാശി? എന്തെങ്കിലും പാൽ കുടിച്ചാൻ പോവല്ലേ? പാൽ കുടിച്ചാൻ പോവാനേ. എന്തെങ്കിലും പാൽ കുടിച്ചാൻ പോവാനേ. നമുക്ക് വിശക്കുന്നേ. പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവൻ അടുത്ത ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞ് അപ്പോൾ അവനെ സെറ്റാക്കി ഞാനിങ്ങനെ തലങ്ങണയൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വ്ലോഗ് ഞാൻ എടുക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഡേ ആണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ ഒരു ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ടൈം ഇപ്പോൾ 5:45. അപ്പോൾ അമ്മ അന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്മ കിച്ചണിലൊക്കെ കുക്കിങ്ങിൻ്റെയൊക്കെ തിരക്കാണ്. കാരണം രാവിലെ പൊങ്കാല ഇടേണ്ടുള്ളത് കാരണം കുക്കിങ്ങൊക്കെ നേരത്തെ തീർത്ത് വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ കത്തുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ ചട്ടിയിലും ഒക്കെ ഇരിപ്പുണ്ട്. അമ്മ എന്തോ കുക്കിംഗ് തിരക്കിലാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ച്, പക്ഷേ എനിക്ക് പിന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും 5:45 ആയുള്ളൂ, കുറച്ച് നേരം ഒരു 1 hour അല്ലെങ്കിൽ 2 hour കൂടി ഉറങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും റൂമിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ എൻ്റെ റൂമിലേക്ക് വന്നു. കാശിയെ പിന്നെ ഒരു വട്ടം ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രഷാകാൻ വന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഇല്ലേ, CGM റൊട്ടീൻ, ലേസി CGM റൊട്ടീൻ, അതാണ് ചെയ്തേക്കുന്നത്. പ്രഗ്നൻസി സമയത്ത് ചെയ്ത്. ഓക്കെ, ഇനി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോവാം. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അതിന് മുന്നേ ഞാൻ ഇട്ടതൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എടുത്ത വീഡിയോസൊക്കെയാണ് ഇട്ടത്. പിന്നെ എൻ്റെ വിറ്റാമിൻ C സീറം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. മോയ്സ്ചറൈസർ വന്നിട്ട് ഇതാണ് കേസർ ആൻഡ് കോജിക് ആസിഡിൻ്റെ
ഒരു മോയ്സ്ചറൈസറാണ്. ഡോക്ടർ ഷിത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. കുറച്ച് കൂടിപ്പോയി. മോയ്സ്ചറൈസർ ഇട്ട് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ ഈ മോയ്സ്ചറൈസർ സ്കിന്നിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നൈറ്റിയാണ്. ഞാനിത് സാറ ഷേപ്പ് വെയർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം മെറ്റേണിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഡ്രസ്സസും പിന്നെ ഇതുപോലെ മാക്സികളും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയി. നോർമൽ മാക്സി പോലെയല്ല, ജസ്റ്റ് ഒരു ഗൗൺ പോലെ ബനിയൻ ടൈപ്പ് ക്ലോത്താണ് ഇത് വരുന്നത്. ബനിയൻ ടൈപ്പ് ക്ലോത്ത് കൊണ്ട് കോട്ടൻ്റെ ഉണ്ട് അവർക്ക്. സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ ഞാൻ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പുറത്തൊക്കെ പൊങ്കാലയുടെ അമ്മയുടെ കൂടെ നിൽക്കേണ്ടുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടാം. സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പം നല്ല ചൂടുമാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അവനെ കുളിപ്പിച്ച് റെഡിയാക്കണം. ലിപ് ബാം ഇടാണ്. ഇത് ബോഡി ഷോപ്പിൻ്റെ ഒരു ചപ്സ്റ്റിക്കാണ്. ഇത് പ്ലമ്മിൻ്റെ ലിപ്പ് ആൻഡ് ചീറ്റിൻ്റെ ആണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് ഒരു ടിൻറ്റിന് വേണ്ടി. ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ണും കൂടി എഴുതി കൊടുക്കുകയാണ്. ഇത് നൈക്കയുടെ ഐലൈനറാണ് കേട്ടോ. കണ്ണും കൂടി എഴുതി. ഞാനിപ്പോൾ മിക്ക ദിവസവും ഒരുങ്ങി നിൽക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെപ്പോഴും കാണാൻ വരും, വാവയെ കാണാനും ഒക്കെ വരും. അപ്പം ഞാനിങ്ങനെ അട്ടപ്പുറം കൊലത്തിൽ നിൽക്കുന്നത് കാണാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് മെനയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അത് സത്യം. അതേ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഇനി ഞാൻ താഴോട്ട് പോയിട്ട് വാവയെ കുളിപ്പിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ അമ്മ പൊങ്കാല ഇടുന്നതിന് മുന്നേ ആ പൊങ്കാലയുടെ വീഡിയോ എടുക്കണമെന്നാണ്. 10 മണി എന്തോ സമയമാകുമ്പോൾ തുടങ്ങും. അതിന് മുന്നേ ഇപ്പം തന്നെ 9:30 ആയി. എന്തായാലും നമുക്ക് തട്ടുവാം. താഴെ വന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. സാധാരണ അമ്മയാണ് എന്നും അവനെ കുളിപ്പിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ കുളിപ്പിക്കാറുണ്ട്, കാരണം ഞാനും കുളിപ്പിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഉളപ്പ് കുളിയാണ്, അധികം സമയമില്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് എണ്ണ പെട്ടെന്ന് തേച്ചിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കുളിപ്പിച്ചെടുക്കുകയാണ്. അമ്മ കുളിപ്പിക്കുന്ന സമയം എണ്ണ തേച്ച് കുറേ നേരമൊക്കെ കിടത്താറുണ്ട്. പക്ഷെ ഞാനിന്നതേ ജസ്റ്റ് എണ്ണ തേച്ച് ഒരു 2 മിനിറ്റ്സ് അവനെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് അങ്ങ് കുളിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അവനെ കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ദേ കൊണ്ടുവരികയാണ്. റൂമിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ അവനെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത്. പുറത്ത് വെച്ച് അവനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ദേ ഇവിടെ നമ്മുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് അവനെ നല്ലതായിട്ട് തുടച്ച് ഡയപ്പറൊക്കെ ഇട്ട് ക്രീമൊക്കെ ഇട്ടിട്ട് അവനെ ഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി സെബാപെൻഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് അവനൊരു ഡയപ്പർ റാഷ് ക്രീം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ആര് കുളിപ്പിച്ച്?
ഇന്ന് പൊങ്കാല ഇടുന്ന ദിവസമായതുകൊണ്ട് അമ്മ പറഞ്ഞു അവന് ഏതെങ്കിലും ധോത്തിയോ ഉടുപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ 28 കെട്ടിന് അവൻ അങ്ങനെ ഒരു കസവിൻ്റെ ഒരു ധോത്തി സെറ്റായിരുന്നു വാങ്ങിച്ചിരുന്നത്. പക്ഷേ അത് കുറച്ചൊന്ന് അവന് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇടാൻ കുറച്ച് പഴന്നു. എന്നാലും കുറച്ച് നേരത്തേക്ക് വേണ്ടി ഞാൻ അവനത് ഇട്ട് കൊടുത്തു. എന്തിയടാ അമ്മാമി എന്തിയടാ? സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കിടക്കുന്ന പെണ്ണ്. ഏത് പെണ്ണിത്? സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കിടക്കുന്ന അമ്മ ശരണം. ആറ്റുകാലമ്മേ വ്ലോഗ് ഉണ്ടാ ഇന്ന്? അമ്മമ്മയുടെ പൊങ്കാല വ്ലോഗ് ഉണ്ട്. ആറ്റുകാലമ്മേ കാശി ബേബി ഇവിടെ കുളിച്ച് ശുണ്ടനായി. അയ്യോ ഉടുപ്പിൻ്റെ ബട്ടൺസ് ഒന്നും ഇരിക്കുന്നില്ല. ഊരിപ്പോന്നീ. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാലൊക്കെ കുടിച്ച് ചെറിയ ഉറക്കത്തിൻ്റെ മൂഡിലിരിക്കുകയാണ്. കാശി ബേബി മേ ബി ഇപ്പോൾ ഉറങ്ങും. കണ്ടോ ഉറക്ക മൂഡിലാണേ. അമ്മ പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടി വി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആറ്റുകാലിൽ എപ്പോഴാണോ തീ കൊളുത്തുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളിവിടെയും തീ കൊളുത്തുന്നത്. അപ്പോൾ ടി വിയിൽ അപ് ടു ഡേറ്റ് ലൈവായിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഹരിയും വാവയൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. വാവ ഉറങ്ങിക്കഴിഞ്ഞു. കാശി ബേബി ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു. വാവയുടെ മാമൻ അവിടെ കൊച്ചിൻ്റെ കളിപ്പാട്ടവും വെച്ച് കളിച്ചിരിക്കുകയാണ്. കാത്തിരുന്ന് ആൾമോസ്റ്റ് 10:45 11 മണിയൊക്കെ ആയി നമ്മൾ പൊങ്കാല സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അത്യാവശ്യം നല്ല കാറ്റും വെയിലും ഉണ്ട്. കാറ്റ് കാരണം തീ ഇങ്ങനെ ആളി കത്തുകയാണ്. നല്ല വെയിലുണ്ട്. ഇപ്പം എത്ര നാളിന് ശേഷം ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്? കൊറോണ വന്നെനിക്ക് ഇട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ ഇട്ട് പോയിട്ടില്ല. അങ്ങനെയുണ്ട്. മറ്റേത് അവിടെ പോയി ഇടുമായിരുന്നു. ഇട്ടുള്ളപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടു. കൊറോണ ടൈം. അയ്യോ ഇത് തിളച്ച് പൊങ്ങാറായി. അങ്ങനെ അരിയിട്ട് വെള്ളമൊക്കെ തിളച്ച് പൊങ്ങി അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പടപടാന്ന് ആഡ് ചെയ്യുകയാണ്. തേങ്ങ, ശർക്കര, പിന്നെ കൽക്കണ്ടം, മുന്തിരി, നെയ്യ്, പഴം അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് അമ്മ പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി. അമ്മയുടെ കൂടെ പൊങ്കാലയിടാൻ നിന്ന് ഞാൻ ക്ഷീണിച്ച് അങ്ങനെ ഞാൻ ഒരു ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുകയാണ്. ഇത് വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കിയതാണ്. ഗ്രേപ്സിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ജ്യൂസാണ്. അപ്പോൾ ആ ഗ്രേപ്സിൻ്റെ ആ പൾപ്പ് ഇങ്ങനെ ബോൾസ് ആയിട്ട് ഇങ്ങനെ ഇതിൽ കിടപ്പുണ്ട്. അതാണ് ഞാൻ സ്പൂൺ ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് കോരി കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം എന്ത് ചെയ്യുക ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി. നമ്മൾ ശർക്കരയൊക്കെ ഇടുകയാണ്. അതുപോലെ തന്നെ പഴമൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തേങ്ങയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇടുന്നത്. പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് ലാസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ഒരു പഴവും കൂടി അമ്മ അരിഞ്ഞിടുന്നുണ്ട് പായസത്തിലേക്ക്. അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം റെഡിയായി. എനിക്ക് പൊങ്കാല പായസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പൊങ്കാല പായസം? പൊങ്കാല റെഡിയായെങ്കിൽ ഇത് നമുക്കിപ്പോൾ എടുത്ത് കഴിക്കാൻ പാടില്ല. ഇത് തളിക്കണം. അത് അമ്പലത്തിലാണ് തളിക്കുന്ന സമയത്ത് ഇത് തളിച്ചിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ അമ്മ ചെറുപയറും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടൊരു സ്നാക്കാണ്, മണ്ടപ്പുറ്റെന്നാണ് പറയുന്നത്, അതുണ്ടാക്കുകയാണ്. ചെറുപയറും പിന്നെ അരിപ്പൊടി അതുപോലെ തന്നെ അതിൽ തേൻ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ബോൾസാക്കി ആവി കയറ്റി എടുക്കുന്നതാണ് ഈ ഒരു സ്നാക്ക് ഐറ്റം വന്നിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ തെരളിയപ്പവും ഉണ്ടാക്കും. കാശി ബേബി സ്നഗ്ഗി മാറ്റണ്ടേ? എന്തിട്ടാ പൊങ്കാലയൊക്കെ ഇടുന്ന സമയം കിടന്ന് ഉറങ്ങിയാ ഉടുപ്പൊക്കെ ഇട്ടിട്ട്? അമ്മാമ്മ പൊങ്കാല ഇട്ടത് കണ്ടാടാ? നമുക്കിനി ഉടുപ്പ് മാറ്റാവേ. വാവയെ ഞാൻ ഉടുപ്പൊക്കെ മാറ്റി ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവന് കുറച്ച് നേരം കിടന്ന് കളിക്കും, പായിലൊക്കെ കിടക്കും, എല്ലാവരുടെയും കയ്യിലൊക്കെ പോവും. ആ ഒരു ടൈമാണിത്. കള്ളം മാമൻ.
ശരിയാടാ. കാശി ബേബിയാണോ? കാശി 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 ഇങ്ങോട്ട് നോക്കും. മാമന്റെ ഇരുന്ന മാമ പൂ കാണിക്കാൻ കൊണ്ടുപോയ പൂ കാണിക്കാൻ കൊണ്ടുപോയ മാമേ. ഇത് പൂ കാണണ്ടേ നമുക്ക്? പൂ കാണണ്ടേ? പൂ കാണണ്ടേ? പൂ കാണണ്ടേ? പൂവ് 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 നല്ല പൂവെണ്ണ നമ്മൾ കണ്ടില്ലേ? നല്ല പൂവ്, റോസാ പൂവ്. പൂവുണ്ടാ? പൂവുണ്ടാ? എത്ര പൂവുണ്ട്? എത്ര പൂവുണ്ട്? പൂവുണ്ടാ? അമ്മ പൊങ്കാലയിടുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് ഒന്ന് മീൻ വറുക്കാനും കൊഞ്ചൊക്കെ വറുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊഞ്ച് വറുക്കുകയാണ്. അമ്മയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനും പറ്റും. ഇപ്പോൾ 2 മണിയാവും അമ്പലത്തിൽ അതെല്ലാം കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലഞ്ച് കഴിക്കുകയാണ്. ഞാൻ മീനും കൊഞ്ചൊക്കെ വറുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അമ്മ മുന്നേ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, കറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് 2:30 ഒക്കെ ആയപ്പോൾ അമ്മ അതിങ്ങനെ എടുക്കുകയാണ്, വെള്ളമൊക്കെ കുടഞ്ഞിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് പായസം കഴിക്കാം. അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഇതെല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മണ്ടപ്പുറ്റിനട്ടെ ആ ചെറുപയർ വെച്ചിട്ടുള്ള സ്നാക്കില്ലേ അത് കഴിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ തെരളിയപ്പവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തെരളിയപ്പവും എപ്പോഴും ഉണ്ടാക്കുന്നതിൽ അത്ര കറക്റ്റായില്ല. പക്ഷേ ഇതും പായസവും നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പായസം കഴിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ നല്ല പായസമായിരുന്നു, മധുരമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു. നല്ല പഴവും നെയ്യുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിസി ഈറ്റിംഗ് ആണ്. കാശി ബേബി അപ്പുറത്തെവിടെയോ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ കുറേ സമയം ഞാൻ കാശി ബേബിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അവൻ ഉറക്കമായിരുന്നു. ഉറങ്ങി എണീറ്റ് ഫീഡൊക്കെ ചെയ്ത് കുറച്ച് നേരം അവനെ കൊഞ്ചിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. കാശി ബേബിയാണോ? ഇത് കാശിയാണോ? ചക്രവാവയാണോ? അമ്മയുടെ ചക്രവാവയാണോ? കമന്ന് വീഴണ്ടേ നമുക്ക്? ഇങ്ങോട്ട് നോക്ക്. നോക്ക്. കാശി ബേബി ഉറങ്ങടാ. അപ്പോൾ ഇപ്പോൾ ഏകദേശം രാത്രിയായി. അപ്പോൾ അവനെ ഞാൻ താഴെ ഉറക്കി കിടത്തിയേക്കാണ്. എന്നിട്ട് ഞാൻ ഒന്ന് മേല് കഴുകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്തേ ഉള്ളൂ എനിക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് മേല് കഴുകാനൊക്കെ പറ്റുന്നുള്ളൂ. അമ്മ പിന്നെ നോക്കും ഇൻ കേസ് അവൻ ഇടയ്ക്ക് ഉണർന്നാലും. അപ്പോൾ എന്നിട്ട് ഞാൻ ദേഹം കഴുകി വന്നു. എന്നിട്ട് സ്കിൻ കെയർ ചെയ്യുകയാണ്. അപ്പോൾ വിറ്റാമിൻ സി സിറമാണ്, ഇത് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സി സിറമാണ്. അതുപോലെ തന്നെ ഞാൻ അണ്ടർ ഐ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ അണ്ടർ ഐസിലെ ഡാർക്ക് സർക്കിൾസൊക്കെ മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എനിക്കിത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ ഡാർക്ക്നെസ് ഒക്കെ കൂടുന്ന പോലെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലിപ്സിൽ ഞാൻ ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. അതെല്ലാം ഒന്ന് പാഡ്രൈന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. മുടിയുടെ സൈഡൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ നിർത്തിയിട്ട് ഇങ്ങനെ ഉണക്കുകയാണ്. അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്ത സെയിം മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ സിറം അപ്ലൈ ആണ്. ഇത് ബെയർ അനാട്ടമിയുടെ ഹെയർ സിറമാണ്. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ താഴെ പോയിട്ട് അവനെ ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യുന്നത് അവനെ ഉറക്കണം. അപ്പോൾ അവൻ്റെ ഓൾമോസ്റ്റ് ഉറങ്ങിക്കഴിഞ്ഞു. അവിടെ ബാക്കിൽ അവൻ ഉറങ്ങി. അവനൊരു സ്ലീപ്പിംഗ് ബാഗിൽ ഞാൻ ഇങ്ങനെ ഉറക്കി ഇങ്ങനെ കിടത്തും. അപ്പോൾ നല്ല സുഖമായിട്ട് അവൻ കിടന്ന് ഉറങ്ങും. സൈഡിൽ ഞാൻ ഇങ്ങനെ പില്ലോസ് വെച്ചിരിക്കും ഇൻ കേസ് ടേൺ ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടി. എന്തൊക്കെയോ സ്വപ്നം കണ്ട് ചിരിക്കുന്നുണ്ട് ആശാൻ ഉറക്കത്തിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത് ആഫ്റ്റർ പ്രഗ്നൻസി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രം ശ്രുതി.